ഏക ദൈവത്തിലും ഏക ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിൽ എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങൾ ഉണ്ടായി? ഉദാഹരണം സുന്നി, ഷിയ, അഹമ്മദിയ, ഇതിൽ ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നതാണ്. ലോകത്തിലെ ഏത് ആശയത്തിലും അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, വിശ്വാസത്തില് പ്രമാണം മാത്രമല്ല ഉള്ളത്, മനുഷ്യന്റെ ആ പ്രമാണത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ബുദ്ധി കൂടിയുണ്ട്. ഇസ്ലാമില് ഗണ്ണിത പ്രമാണങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ പണ്ഡിതന്മാരുടെ അഥവാ മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ട് അവർ കണ്ടെത്തുന്ന വിധികളും അഭിപ്രായങ്ങളും ചേർന്നതാണ് മതം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികം ഗണ്ണിത പ്രമാണങ്ങളിൽ തർക്കമുണ്ടാവില്ല, കാരണം അത് ദൈവപ്രോക്തമാണ്, ഗണ്ണിതമായ പ്രമാണമാണ്, അതിന് യാതൊരു വ്യാഖ്യാന സാധ്യതയും ഇല്ലെങ്കിൽ അത് തർക്കം ഉണ്ടാവില്ല. ഇസ്ലാമിൽ തർക്കമില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഈ ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഒറ്റ ഗ്രന്ഥമാണ്, അതേപോലെ 5 നേരത്തെ നമസ്കാരമാണ്, ഏകദൈവ വിശ്വാസമാണ്, പിന്നെ നോമ്പ് മാസം, അറബി മാസത്തിൽ റമദാനിൽ 1 മാസക്കാലത്തെ നോമ്പാണ്, ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജാണ്. ഇങ്ങനെ സമാനതകളുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാണുവാൻ സാധിക്കും. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഒരു രൂപം മാത്രം ഞാൻ പറയാം. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് പറയാൻ സമയമില്ല. ഒറ്റ രൂപം. ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു സവിശേഷ പ്രാർത്ഥന ഇസ്ലാമിലുണ്ട്, നിർബന്ധ പ്രാർത്ഥന, സംഘം ചേർന്നുള്ള പ്രാർത്ഥന. വെള്ളിയാഴ്ച ആളുകൾക്ക് പരിചയമുള്ളതാണ്. അപ്പൊ അതിൽ ഒരു നിർബന്ധ പ്രഭാഷണമുണ്ട്. ഈ പ്രഭാഷണം അറബിയിൽ നടത്തുന്ന പള്ളികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ മലയാളത്തിൽ, ലോകത്തെവിടെയും മാതൃഭാഷകളിൽ നടത്തുന്ന പള്ളികളുമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് ഉണ്ടാവുന്നതിന്റെ രീതി വളരെ ലളിതമാണ്. ഇതിൽ തർക്കമില്ലാത്തൊരു ഗണ്ണിത പ്രമാണമുണ്ട്. ആ പ്രമാണം, പ്രവാചകൻ അറബിയിലാണ് ഈ പ്രഭാഷണം നടത്തിയത് എന്നതാണ്. ഇതിൽ അറബിയിൽ നടത്തുന്നവർക്കും അഭിപ്രായ വ്യത്യാസമില്ല, മാതൃഭാഷയിൽ നടത്തുന്നവർക്കും അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടു കൂട്ടരും പറഞ്ഞ ഒന്ന് തന്നെയാണ്, നബി നടത്തിയത് അറബിയിലാണ്. പക്ഷേ അതിനെക്കുറിച്ച് 2 വ്യാഖ്യാനമാണ്. ഒരു വ്യാഖ്യാനം, നബി അറബിയിലാണ് നടത്തിയത്, അതുകൊണ്ട് നമ്മൾ എന്തിലാണ് നടത്തേണ്ടത്? അറബിയിലാണ് നടത്തേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ്. വേറൊരു കൂട്ടർ പറയുന്നു, നബിയുടെ മാതൃഭാഷയിലാണ് നടത്തിയത്, മുന്നിലിരിക്കുന്ന മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രഭാഷണങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ആ മനുഷ്യരോട് ആ സമയത്ത് നടത്തേണ്ട ഉത്ബോധനങ്ങളാണ് നടത്തിയത്, അത് മാതൃഭാഷയിലാണ് നടത്തേണ്ടത്, അത് നബി മാതൃഭാഷയിലാണ് നടത്തിയത്, അതുകൊണ്ട് ഇവിടെയും മാതൃഭാഷയിലാണ് നടത്തേണ്ടത്. ഇത് അങ്ങനെ എളുപ്പത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതിൽ ചിലർ ഇങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മതത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോയ ആളുകളുണ്ട്. ഇപ്പോ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ്, ഇസ്ലാമിലെ ഒരു ഗണ്ണിത പ്രമാണമാണ്. ദൈവം ഏകനാണ്, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനുമാണ് എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ. പക്ഷെ മുഹമ്മദ് നബിക്ക് ശേഷം നബിയുണ്ട് എന്ന് പറയുന്ന ചില ശക്തികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇസ്ലാമിന്റെ ഒരു സർക്കിൾ, അതിന്റെ വലയത്തിൽ നിന്ന്, വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമിനെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും.